എല്ലാവരും എന്നാ പറയണോ, ഞാൻ രാവിലെ എഴുന്നേറ്റിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണേ. വേറെ ഒന്നുമില്ല, ഇന്ന് കാര്യമായിട്ടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയേക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങനെ രാവിലെ ഈ കാപ്പിപ്പൊടി പരിപാടി ഒന്നുമില്ല കേട്ടോ. ചായ കുടിക്കും, അതിൻ്റെ കൂടെ പക്ഷെ എന്തെങ്കിലും ബിസ്ക്കറ്റോ ബ്രെഡോ ബ്രിയോഷോ അങ്ങനെ എന്തെങ്കിലും ഇവിടുത്തെ ഐറ്റംസ് ആയിരിക്കും കേട്ടോ. ഈ രാവിലെ 5:30 എഴുന്നേറ്റ് ആർക്ക ഈ അപ്പവും പുട്ടും ഒക്കെ ഉണ്ടാക്കി പിന്നെ അത് കഴിക്കാൻ നിൽക്കണം, ഇതൊന്നും നടക്കണ കാര്യമല്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലുള്ള ദിവസം, ഇന്നിപ്പോൾ കുടിച്ച് നൈറ്റ് കഴിഞ്ഞ് വരുന്ന, അപ്പം എനിക്കാണെങ്കിൽ ഓഫ് പോവാം. എന്നാൽ പിന്നെ ഇച്ചിരി അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിലേ വരുമ്പോൾ രണ്ടുപേർക്കും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പാലപ്പാട്ടം ഉണ്ടാക്കാൻ പോണേ. കള്ളപ്പാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടം. പക്ഷെ ഇവിടെ എവിടെ കള്ള് കിട്ടാനാ? ഈ പാലപ്പം തന്നെ നമുക്ക് ലോട്ടറിയാ. വല്ലപ്പോഴും കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇച്ചിരി കൂടും, ശരിയല്ലേ? പിന്നെ ഈ നിങ്ങൾക്കുണ്ടോ ഈ പരിപാടി, ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കുന്ന പരിപാടി? എനിക്കുണ്ട് കേട്ടോ. മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതെന്നാണ് തോന്നണേ. എന്തായാലും അപ്പം സെറ്റായിട്ടുണ്ട്. തണുപ്പ് കാലം ആയതുകൊണ്ടേ അപ്പത്തിന് കലക്കി വെച്ചാൽ പൊങ്ങി വരുമോ ഇല്ലയോ എന്ന് ഭയങ്കര ടെൻഷനാണ് എപ്പോഴും. എന്തായാലും അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കള്ളപ്പമൊക്കെ അല്ലേ കൂടുതലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. അപ്പം മമ്മിയാണെങ്കിൽ വൈകുന്നേരം എൻ്റെ ഒരു ചെറിയ കപ്പൊക്കെ തന്നിട്ട് താഴത്തെ വീട്ടിലെ ചേട്ടൻ്റെ എടുത്ത് വിടും കേട്ടോ. എന്തിനാണെന്നറിയാവോ, അവിടെ ചെത്തുണ്ട് ചേട്ടന്. അപ്പോൾ അവിടെ നിന്നാട്ടോ ഞങ്ങൾ കള്ളൊക്കെ വാങ്ങിക്കാറ്. എല്ലാവരും അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും അവിടെ നിന്നാണ് കള്ള് വാങ്ങിക്കാറ്. അപ്പോൾ ഈ കപ്പിനകത്ത് മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്തേ ഞാനത് പയ്യെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. മിക്കവാറും മുഴുവൻ കപ്പൊക്കെ ഉള്ളതേ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 1/4 ഭാഗമൊക്കെ ഞാൻ അങ്ങനെ ടേസ്റ്റ് നോക്കി റെഡിയാക്കിയിട്ടുണ്ടാവും. ഒക്കെ ഓരോ ഓർമ്മകളല്ലേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.